ഹലോ ഗൈസ്, നമ്മൾ എന്ത് ചെയ്യുവാ? ചീര പറിക്കുവാണോ? ചീര ഒരുപാട് ഇഷ്ടമാണോ? ചീര ഒരുപാട് ഇഷ്ടമാണോന്ന് നമ്മൾ ഈ ഇല നോക്കി വേണം പറിച്ചെടുക്കേണ്ടത്. നമ്മൾ തണ്ടെടുക്കുന്നില്ല. തണ്ടെടുക്കാത്തതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ കണ്ടോ, ഇതിലിങ്ങനെ പൂമ്പൊടിയുണ്ട്. ചെറിയ തേനും ഉണ്ട്. ഞങ്ങളിത് പിച്ചി കളയാത്തതെന്ന് വെച്ചാല് ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഈ അരി ഇവിടെ എല്ലാം ഇങ്ങനെ അടിച്ചിടും. അന്നേരം പിന്നെ കിടന്നങ്ങ് കിളിച്ചോളും. ഒരുപാട് വർഷമായിട്ടുണ്ട്. 10-13 ബാക്കി കിടക്കും. തേനീച്ച കാണിച്ചു തരാം. വേണ്ട ഇവിടെ തേനീച്ച ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? വേണ്ട, എല്ലാം തേനീച്ച ഉണ്ട്. അത് ആ പൂമ്പൊടി എടുക്കാനോ തേനും ഒക്കെ ഇതിനകത്ത് തേനി കാണും. അതാണ് ഇത് എടുക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊന്നും കട്ട് ചെയ്യാതെ ഇങ്ങനെ വെച്ചേക്കണത്. അപ്പൊ അതിനും കൂടെ ആകുമല്ലോ. ഒരുപാട് വർഷമായത്. നമ്മളും കഴിക്കാം, അവരുടെ ആവശ്യത്തിന് അവരെടുത്തോണ്ട് പോട്ടെ. അതുപോലെ ഇവിടെ മുടങ്ങാതെ എല്ലാ വർഷവും ചീര ഇഷ്ടം പോലെ മില്ലി പൊടിക്കാൻ വരുന്നവരൊക്കെ വന്ന് ചീര എടുത്തോണ്ട് പോകാറുണ്ട്. നമ്മള് ഇല മാത്രമേ പിച്ചുന്നുള്ളൂ കേട്ടോ. നമ്മള് തണ്ടൊക്കെ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ പൂമ്പൊടി നഷ്ടപ്പെടും. തേൻ അവരെടുക്കുന്ന തണ്ട് ഉൾപ്പെടെ കട്ട് ചെയ്തെടുക്കും. പൂക്കാത്തേക്ക് ആവുമ്പോ വേണ്ട, മേൽത്തണ്ട് ഇങ്ങനെ എടുക്കാം. നമ്മളിപ്പോ കാണുമ്പോ നമ്മൾ ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നത്. അവര് ഇത് വന്ന് എടുക്കുന്നതല്ലേ. പൂവിന്റെ ക്ഷാമം കൊണ്ടാട്ടോ ഞങ്ങളുടെ വീട്ടിൽ പൂച്ചെടിയൊക്കെ വളരെ കുറവാണ്. വെള്ളച്ചീര ഞങ്ങൾ ഇവിടെ പറയുന്നത് പച്ചച്ചീര എന്ന് പറയാറുണ്ട്. ഇതിന് ചെറിയൊരു പൂമ്പൊടിയാണ്. പക്ഷെ ഇതില് വലിയ ഇതില്ലാണ്ട് ഒരു എന്തുവാ പച്ചക്കുതിര. നമ്മള് ഇതിന്റെ മണ്ട ഭാഗം പിച്ച് വലിയ ഇല നോക്കിയൊക്കെ എടുക്കുവാണെങ്കിൽ പിന്നെ ഒരുപാട് ക്ലീനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. വലിയ മൂക്കത്തല നോക്കി ഇഷ്ടം പോലെ ചീര ഉണ്ടായിരുന്നു ഇവിടെ എല്ലാം. നമുക്ക് ഒരു ദിവസത്തേക്കുള്ള ആവശ്യത്തിനുള്ളത് മതി. ഒരുപാട് എടുത്ത് വെറുതെ വേസ്റ്റ് ആയി കളയണ്ടല്ലോ. ചവിട്ടല്ലേ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ എടുത്തതിന്റെ കുറ്റീന്ന് കിളിച്ച് വരും. കണ്ടോ, നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം. നമ്മള് വീട്ടില് ഇല്ലയോ. പിന്നൊരു കാര്യമാണ്, നമ്മൾ ഈ ചീര വെക്കുമ്പോഴുണ്ടല്ലോ നമ്മള് ഇത് കണ്ടോ, ഇത് കട്ട് ചെയ്ത് എടുത്തതാ. ഉണ്ടോ, കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതിന്റെ സൈഡിൽ നിന്നെല്ലാം പൊട്ടിക്കിളിച്ച് വന്നില്ല. നമുക്ക് ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീരയും. ഒരുപാട് പേര് ഇവിടുന്ന് കൊണ്ടുപോകും. ഇതെല്ലാം കണ്ടോ, ഇതിലെല്ലാം പൂമ്പൊടി. എന്താ തേനീച്ച എന്താ അതല്ല, ഇത് ഉണങ്ങി കഴിയുമ്പോ ഇവിടെ തന്നെ നടന്ന് കിളിച്ച് നമ്മൾ പ്രത്യേകിച്ച് നടേണ്ട കാര്യം ഇല്ല. ഒരെണ്ണം ഈടെ എവിടെയോ ഞാനൊന്ന് കണ്ടായിരുന്നു. ഇവിടെ ആയിരുന്നു. അവിടെ ഇങ്ങനെ. ഇതാണ് ഞങ്ങളെ രണ്ടാമത്തെ തേനീച്ചക്കൂട്. ഞങ്ങളെ അച്ഛന്റെ കുടുംബാമ്പലത്തില് അവിടെ അമ്പലം ഇളക്കിയപ്പോ അതിന്റെ ഫൗണ്ടേഷൻ നടത്തുന്നതാണ്. നല്ലൊരു തേനീച്ചക്കൂട. വേറെ ഞാൻ കാണിച്ചു തരാം. ഇയാളുടെ മൂന്നാമത്തെ തേനീച്ചക്കൂട്. ഞാൻ പൈപ്പൊക്കെ വെച്ചിവിടെ പെരവണി നടന്ന സമയത്ത് പൈപ്പൊക്കെ വെച്ച് ഇവിടെ സെറ്റപ്പായി കൊടുത്തു. കയറാൻ ഇതൊക്കെ കലത്തിലാക്കണം. ഇത്രയാണ് ഞങ്ങളുടെ ഇന്നത്തെ ചീരയുടെ വിശേഷം. ചീര തോരൻ വെക്കുന്ന സമയത്ത് കുറച്ച് 2 മുട്ടയും കൂടെ നമ്മള് ഇതെല്ലാം സെറ്റ് ആയതിനു ശേഷം മുട്ടയും കൂടെ ഒന്ന് അതിന്റെ കൂട്ടത്തിൽ തന്നെ എടുത്ത് ചിക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാ. പച്ചച്ചീരയ്ക്ക് പൊതുവെ ചെറിയൊരു നമുക്കൊരു കയ്പ് പോലെ തോന്നിക്കും. അതിന് നല്ലത് ഈ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായി. ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.